ഇന്ന് 6ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ആദ്യത്തെ പാഠഭാഗം ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻസ് ആദിമ മനുഷ്യനും സംസ്കാരങ്ങളും എന്ന പാഠഭാഗം പഠിക്കാം. ഈ പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ, ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകത്തിലെ ഏതാനും വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ആ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ഞാൻ പറയാം. അതായത് ഇതിനകത്ത് ജർമ്മനിയിലെ ഹൈഡൽബർഗ് എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏർലി ഹ്യൂമൻസിന്റെ ആദിമ മനുഷ്യന്റെ സ്കള്ളിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. തലയോടിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ജർമ്മനിയിലെ ഹൈഡൽബർഗ് എന്ന് പറയുന്ന സിറ്റിയിൽ, ആ ഹൈഡൽബർഗ് സിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏർലി ഹ്യൂമൻസിന്റെ, അതായത് ആദിമ മനുഷ്യന്റെ, ആദ്യകാലത്തുണ്ടായിരുന്ന മനുഷ്യന്റെ സ്കൾ അഥവാ തലയോട്ടിയെ കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഹൈഡൽബർഗ് സിറ്റിയിൽ നിന്ന് കിട്ടിയ ആ സ്കള്ളിന് അല്ലെങ്കിൽ ആ തലയോട്ടിക്ക് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ തലയോട്ടിയാണ് അതാണെന്നാണ് പറയുന്നത്. അപ്പോ ഈ രീതിയിൽ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളുകളെ കുറിച്ച്, മനുഷ്യരെ കുറിച്ചും ആ ഒരു കാലഘട്ടത്തെ കുറിച്ചും ഒക്കെ നമുക്ക് ചിന്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അല്ലെ. എങ്ങനെയാണ് അവയുടെ തെളിവുകളൊക്കെ കിട്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതായത് നിങ്ങളുടെ പുസ്തകത്തില് ഒരു ട്രീ തന്നിട്ടുണ്ട് അല്ലെ. അതായത് ഈ ട്രീയില് ഈ ഒരു ഭാഗത്ത് നിങ്ങളാണെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങളുടെ പൂർവികർ ആരാണ്? നിങ്ങളുടെ അച്ഛനും അമ്മയുമാണ് അല്ലെ. അപ്പൊ നിങ്ങളുടെ അച്ഛനും അമ്മയും എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് അവർക്കും ഒരു തലമുറയുണ്ട് അല്ലെ. അത് അവരുടെ അച്ഛനും അമ്മയും ഉണ്ട്. ഇങ്ങനെ നമ്മൾ തലമുറകൾ പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ആദിമകാല മനുഷ്യരെ അല്ലെങ്കിൽ ഏർലി ഹ്യൂമൻസിനെ കണ്ടെത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ നമ്മൾ പിന്നിലോട്ട് ആ ഒരു ജനറേഷനെ തേടി പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു ആദിമകാല മനുഷ്യരെ, ഏർലി ഹ്യൂമൻസിനെ മനസ്സിലാക്കാൻ പറ്റും, കണ്ടെത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് പോസിബിൾ ആയ ഒരു കാര്യമല്ല അല്ലെ. അതായത് നമുക്ക് അത്രയും ജനറേഷൻ ബാക്കിലോട്ട് പോയിട്ട്, അത്രയും തലമുറകൾ ബാക്കിലോട്ട് പോയിട്ട് നമുക്ക് ആ ഒരു ഏർലി ഹ്യൂമൻസ് അഥവാ ആദ്യകാല മനുഷ്യരെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്രയ്ക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം അല്ല. അപ്പോ ഏർലി ഹ്യൂമൻസിന്റെ ആ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രത്തെ കുറിച്ച് അറിയാനായിട്ട് നമ്മെ സഹായിക്കുന്ന ഇമ്പോർട്ടൻറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഫോസിലുകളാണ് കേട്ടോ. ഹ്യൂമൻ ഫോസിലുകളാണ് ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഹ്യൂമൻസിന്റെ ഒറിജിൻ, എവല്യൂഷൻ തുടങ്ങിയവയൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ ഏത് കാലത്തുണ്ടായിരുന്ന മനുഷ്യരാണ്, അതായത് മനുഷ്യരുടെ പരിണാമത്തിന്റെയും ഉത്ഭവത്തിന്റെയും ആ ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ ചരിത്രം രൂപപ്പെടുത്തുന്നത് ഫോസിലുകളുടെ ഏജ് സയന്റിഫിക്കലി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ്. ഫോസിലുകളുടെ ഏജ് സയന്റിഫിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് വഴിയാണ് മനുഷ്യരുടെ ഒറിജിൻ, എവല്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയെടുക്കുന്നത്. അതായത് മനുഷ്യരുടെ ഉത്ഭവത്തെ കുറിച്ചും അതേപോലെ തന്നെ പരിണാമത്തെ കുറിച്ചും, അതായത് മനുഷ്യർക്കുണ്ടായ മാറ്റങ്ങളെ കുറിച്ചും എല്ലാം രേഖപ്പെടുത്തുന്നത്, അതായത് അത്തരം ചരിത്രങ്ങളെല്ലാം രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അതായത് ഹ്യൂമൻ ഫോസിലുകളുടെ ആ ഒരു ഏജ് സയന്റിഫിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെയാണ്, അതായത് ശാസ്ത്രീയമായി നിർണയിക്കുന്നതിലൂടെയാണ്. അതായത് മനുഷ്യ ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായിട്ട് സയന്റിഫിക്കലി അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ, ശാസ്ത്രീയമായി നിർണയിക്കുന്നതിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവത്തിന്റെയും പരിണാമത്തിന്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇത്തരമൊരു വിഷൻ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ചാൾസ് ഡാർവിൻ ആണ്. അതായത് ഫോസിലുകളുടെ ഏജ് സയന്റിഫിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ മനുഷ്യരുടെ ആ ഒരു ചരിത്രത്തെ കുറിച്ച് അറിയാൻ പറ്റും, അല്ലെങ്കിൽ മനുഷ്യരുടെ ആ ഒരു കാലപ്പഴക്കത്തെ കുറിച്ച് അറിയാൻ പറ്റും എന്ന് ആദ്യമായിട്ട് അത്തരമൊരു വിഷൻ മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിൻ ആണ്. അപ്പൊ ചാൾസ് ഡാർവിൻ ഇതിനൊരു പേര് കൊടുത്തു, അതാണ് എവല്യൂഷൻ അഥവാ പരിണാമം എന്ന്. അപ്പൊ ചാൾസ് ഡാർവിൻ ഇതിനെ പറഞ്ഞത്, ഈ പ്രോസസ്സിനെ പറഞ്ഞത് എവല്യൂഷൻ അഥവാ പരിണാമം എന്നാണ്. അപ്പൊ ചാൾസ് ഡാർവിൻ പറയുന്നത് ഇങ്ങനെയാണ്: Humans have originated through organic changes
that took place over a long period of time. അതായത് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം, അതായത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടം, ദീർഘകാലം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള ഓർഗാനിക് ചേഞ്ചസ്, അതായത് ജൈവിക മാറ്റത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യൻ ഒറിജിനേറ്റ് ചെയ്തു വന്നത്, മനുഷ്യൻ ഉത്ഭവിച്ചു വന്നത് എന്നാണ് ആര് പറയുന്നത്, ചാൾസ് ഡാർവിൻ പറയുന്നത്. അതായത് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം, ദീർഘകാലം കൊണ്ടുണ്ടായ ഓർഗാനിക് ചേഞ്ചസ്, അതായത് നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഓർഗാനിക് ചേഞ്ചസ്, ജൈവിക മാറ്റത്തിലൂടെയാണ് എന്ത് ചെയ്തത്, ഹ്യൂമൻസ് ഒറിജിനേറ്റ് ചെയ്തു വന്നത്, മനുഷ്യർ ഉത്ഭവിച്ചത് എന്നാണ് ആര് പറയുന്നത്, ചാൾസ് ഡാർവിൻ പറയുന്നത്. ചാൾസ് ഡാർവിൻ ഈ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പേരിട്ടത്, എവല്യൂഷൻ അഥവാ പരിണാമം എന്ന് പേരിട്ടത്. 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ് ഈ മനുഷ്യ പരിണാമത്തെ കുറിച്ചുള്ള സിദ്ധാന്തം ചാൾസ് ഡാർവിൻ അവതരിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ബുക്കിലാണ് ഈ ഒരു മനുഷ്യ പരിണാമത്തെ കുറിച്ചുള്ള സിദ്ധാന്തം ആര് അവതരിപ്പിച്ചിരിക്കുന്നത്, ചാൾസ് ഡാർവിൻ അവതരിപ്പിച്ചിരിക്കുന്നത്. മാമൽസ് വിഭാഗത്തിൽപ്പെട്ട പ്രൈമേറ്റുകളിൽ നിന്നാണ് ഹ്യൂമൻ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത് സസ്തനികളിൽ ഒരു വിഭാഗമായിട്ടുള്ള പ്രൈമേറ്റുകളിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. അപ്പോ മാമൽസിലെ ഒരു വിഭാഗമായിട്ടുള്ള പ്രൈമേറ്റുകളിൽ നിന്നാണ് ഹ്യൂമൻ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഹ്യൂമൻ എവല്യൂഷന്റെ, മനുഷ്യ പരിണാമത്തിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ആണ്, വിവിധ ഘട്ടങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രൈമേറ്റുകൾ. പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത് എ കാറ്റഗറി ഓഫ് മാമൽസ് ആണ്. അതായത് സസ്തനികളിൽ ഒരു വിഭാഗമാണ് ഏത്, പ്രൈമേറ്റ് എന്ന് പറയുന്നത്. മാമൽസിൽ പെട്ട ഒരു കാറ്റഗറിയാണ് പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത്. പ്രൈമേറ്റ്സിനെ തുടർന്നാണ് ഏത് വരുന്നത്, ഹോമിനോയിഡ്സ് എന്ന് പറയുന്നത്. അതായത് വാക്ക്ഡ് ഓൺ 4 legs, അതായത് 4 കാലിൽ നടക്കാൻ പറ്റുന്ന ഒരു വിഭാഗം, അതാണ് ഏത്, ഹോമിനോയിഡ്സ് എന്ന് പറയുന്നത്. ഹോമിനോയിഡ്സിൽ നിന്നാണ് ഏത് വരുന്നത്, ഹോമിനിഡ്സ് അഥവാ ഹോമിനിഡുകൾ വരുന്നത്. ഹോമിനിഡുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് 2 കാലിൽ നടക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഈ ഹോമിനിഡിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ആസ്ട്രലോപിത്തക്കസ് എന്നും ഹോമോ എന്നുമാണ് ഹോമിനിഡിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഹോമോയിൽ വരുന്ന വിഭാഗങ്ങളാണ് ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്. ഏതൊക്കെയാണ്, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്. ഇതിൽ ഹ്യൂമൻ ബീയിങ് ഉൾപ്പെടുന്നത്, മനുഷ്യവർഗം ഉൾപ്പെടുന്നത് ഏതിലാണ്, ഹോമോ സാപ്പിയൻസിലാണ് കേട്ടോ. ഇതിൽ മനുഷ്യവർഗം ഉൾപ്പെടുന്നത് ഏതാണ്, ഹോമോ സാപ്പിയൻസ് ആണ്. അപ്പൊ മനുഷ്യ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളും അവയുടെ സവിശേഷതകളുമാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്.